ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടതാണ്. നോൺ സ്റ്റോപ്പ് ഹെറോൺസ് ഫൗണ്ട് എന്ന് പറഞ്ഞ സംഭവം. ഇത് നമുക്ക് രണ്ട് ബോട്ടിൽ രണ്ട് കുപ്പിയും വെള്ളം പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ബോട്ടിൽ കുറച്ച് സ്ട്രോയും ഉണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ നോൺ സ്റ്റോപ്പായിട്ട് വെള്ളം പോകുന്നൊരു സംഭവം. അപ്പോൾ ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് ചാനലിൽ കണ്ടു. പിന്നെ നോക്കിയപ്പോൾ മനസ്സിലായത് 2 വർഷം മുമ്പ് എംഫോർട്ടൊന്നും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ നോക്കുവാണ്. ഇത് സക്സസ് ആയി ഏതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഫുൾ കണ്ടു നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു DIY വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, ഞങ്ങളിത് 3 തവണ ട്രൈ ചെയ്തത്. അപ്പോൾ എനിക്കൊരു ചെറിയ പാവപ്പുഴ പറ്റിയായിരുന്നു ഇവിടെ. ഇത് 3ാമത്തെ തവണ ചെയ്തതാണ്. അപ്പോൾ ഞാൻ 2ാമത്തെ തവണ ചെയ്തപ്പോഴാണ് വീഡിയോ ഫുൾ എടുത്തത്. പക്ഷേ അവസാനം മനസ്സിലായത് ചെറിയൊരു ഹോള് ഞങ്ങൾ ഇട്ടപ്പോൾ എക്സ്ട്രാ കൂടിപ്പോണ്ട് സക്സസ് ആയില്ല. അപ്പോൾ 2ാമത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ സക്സസ് ആയ ബോട്ടിൽ നമ്മൾ അവസാനം കാണുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഫുള്ള് കാണാം. നമുക്ക് 2 കുപ്പി, ഒരുപോലേക്ക് 2 കുപ്പികൾ വേണം. പിന്നെ അതിൻ്റെ മുകളിൽ ഈ സെയിം കുപ്പി തന്നെയാണ്. ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ പണൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ 3 കുപ്പിയാണ് വേണ്ടത്. പിന്നെ സ്ട്രോ. ഇതിനകത്ത് ഇത് ആവശ്യം വരും. വീഡിയോ ഫുൾ കാണുമ്പോൾ മനസ്സിലായി ഇതിൻ്റെ ആവശ്യങ്ങൾ എന്നാണ്. അപ്പം നമുക്ക് ആദ്യം ഈ കുപ്പിയുടെ ഈ 2 അടപ്പുകളൊന്നും ഒട്ടിക്കണം. കുപ്പിയുടെ 2 അടപ്പുകൾ തമ്മിൽ ഒട്ടിക്കണം. ഇതുപോലെ അടപ്പുകളൊന്നും ഒട്ടിക്കണം. നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങാണ്ട് വെയിറ്റ് ചെയ്യണേ. ചാടിക്കതൊന്നും ചെയ്ത് ജസ്റ്റ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി, ഉണങ്ങിക്കോളും. അപ്പോൾ നമ്മളിനി ഒട്ടിയ അടപ്പ് താഴെ വെക്കാൻ ഉദ്ദേശിക്കുന്ന കുപ്പിയിൽ ജസ്റ്റ് കൊടുത്തിട്ട് നമുക്കിനി 2 സ്ട്രോ ആയിട്ടുള്ള ഹോൾ ഉണ്ടാക്കണം. ഞാൻ കണ്ട വീഡിയോക്കകത്ത് ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ചാണ്, ചെറിയ ബിറ്റ് ഉപയോഗിച്ച് ഹോൾ ഉണ്ടാക്കാം. നമുക്ക് വീട്ടിൽ സോൾഡറായ ഉണ്ടെങ്കിൽ അതാണ് കുറച്ച് എളുപ്പം. അപ്പോൾ എനിക്കിത് പെട്ടെന്ന് ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ മൊനയെ നമ്മൾ മെഴുകുതിരി കത്തിച്ച് ചൂടാക്കി അതുകൊണ്ട് വിളയ്ക്കാൻ യൂസ് ചെയ്യും. അപ്പം ഹോളിടുമ്പോൾ മറ്റേ ഹോളുമായിട്ട് ചേർന്ന് പോകരുത്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചും നമ്മുടെ ഇമാജിനേഷൻ കഴിവ് പോലെ ഇരിക്കും ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഹോൾ ഇട്ട് കഴിഞ്ഞു. നമ്മളിനി സ്ട്രോ കയറ്റാൻ പോകും. സ്ട്രോ വളമുള്ള സ്ട്രോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. ഞങ്ങൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഉള്ളത് സേവ് ചെയ്ത്, നമ്മളിപ്പം ലോക്ക്ഡൗണിലാണ്, സാധനം കുറവാണ്, ഉള്ളത് വെച്ചാൽ ചെയ്യുന്നത്. അപ്പം മെയിൻ പൈപ്പായിട്ട് ഞാൻ ഈ വയലറ്റ് കളർ, ലൈറ്റ് ബ്ലൂ കളർ പൈപ്പ് എടുത്തു. സെയിം കളറായാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ പല കളർ എടുക്കുന്നത്. ഇടുമ്പോൾ സ്റ്റെപ്പ് മുന്നേ വരെ എത്തണം. ഇനിയും സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു കാര്യം ചെയ്യാൻ പോവാം. തുടക്കത്തിൽ ഒരു നീളക്കുറവുള്ളതുകൊണ്ട് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകും. പൈപ്പ് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ഇതുപോലെ ജോയിൻ ചെയ്ത് ഇതുപോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് വളരെ സമയം നീളത്തിൽ കമഴ്ത്തി വെക്കാൻ പോകുന്ന കുപ്പിയുടെ ഇവിടെ ചെറിയ ഹോൾ ഉണ്ടാക്കണം. അതിൽ നമ്മൾ പണൽ വെക്കാൻ പോകുന്ന കുപ്പിയുടെ അടപ്പ് നമ്മൾ മുമ്പ് കാണിച്ച പോലെ തന്നെ ഈ കുപ്പിക്കുള്ള അടപ്പ് നമ്മുടെ മുകളിൽ വെക്കാൻ പോകുന്ന കുപ്പിയുടെ അടപ്പിലും നമ്മൾ 2 ഹോൾ ഉണ്ടാക്കി നമ്മളിനി ഇവിടെ വെക്കുന്നതിന് മുമ്പ് ഏകദേശം ആ ഒരു വട്ടത്തിൽ ഹോൾ ഉണ്ടാക്കണം. ഒരു ബ്ലേഡ് കത്തി ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ളത്. ഏത് കുപ്പികൾ ഹോൾ ഉണ്ടാക്കി ഇത് ഷേപ്പിച്ചൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ
നമ്മളിനി മറ്റേ ആദ്യത്തെ ഒട്ടിയിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ തൊട്ടിട്ട് താഴെ ആ ലെവലിൽ ഇറക്കി വെക്കണം. എന്നിട്ട് അടുത്ത സ്റ്റോറൊക്കെ പോകും. നമ്മളിത് അടച്ചപ്പോൾ മനസ്സിലായത് നീളം പോലെ മഞ്ഞയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ നീളം ഏകദേശം ഇവിടം വരെ ഈ മഞ്ഞ പൈപ്പ് എത്തണം. അതായത് ഇവിടെ നിന്നുള്ള പൈപ്പ് ഇവിടം വരെ എത്തണം. അപ്പം കുറച്ചൊരു നീളം കുറച്ചൊരു നമ്മുടെ സ്ട്രോ കട്ടി ആഡ് ചെയ്യാൻ പോകണേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ആഡ് ചെയ്യും. നമ്മളവിടുത്തെ ഈ വിടവും ഫില്ല് ചെയ്യണം. ഇങ്ങനെ കണ്ണൊഴിച്ച് ഈ കണ്ണുപയോഗിക്കുകയാണെങ്കിൽ സൂക്ഷിക്കണം. ഇതിൻ്റെ ടിപ്പ് നമ്മുടെ ഷോയി മുട്ടാതെ വേണം ചെയ്യാൻ. ഇവിടെ ചെയ്തപോലെ ഇവിടെയും ചെയ്യും, രണ്ട് വശത്തും ചെയ്യണം. പശ ഒഴിച്ച് നമ്മളിനി ഇതിങ്ങനെ പോയി ഇറക്കാൻ പോവാണ്. വെട്ടുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം, ഈ സംഭവം വെളിയിൽ കിട്ടാൻ മതി. ഈ വയലറ്റ് സംഭവം വെളിയിൽ കിട്ടണം. ഇതാണ് ചെയ്യുക. തിരിച്ച് മുറുകിയിട്ടുണ്ട്. ഇവിടെ അടപ്പ് വെക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടണം. വയലറ്റ് സ്ട്രോ നമുക്ക് ഇതുപോലെ കിട്ടണമല്ലോ. നമ്മൾ വേറൊരു കളറുള്ള സ്ട്രോ എടുത്ത് ഇറക്കാം. ഈ ലെവലിൽ കിട്ടണം. എത്താൻ പാടാതെ ഇത് തോരണമായിരിക്കും. ഈ ഒരു ലെവലിൽ കിട്ടണം. നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങും പശ ഒഴിച്ചിട്ട് ഉള്ള സ്പേസിലൊക്കെ പശ ഒഴിക്കാം. അടപ്പിൻ്റെ പുത്തി നോക്കി വെച്ച് കൊടുക്കുവാണ്. സ്പേസ് കൊണ്ട് ജസ്റ്റ് നമ്മൾ ഗണ്ണൊഴിച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പോവാണ്. അത് എടുക്കാൻ പാടാണ്ട് ഞാൻ ഒട്ടിച്ചേണ്ട ബാക്കി കാണിക്കാം. നമ്മുടെ ഇവിടെ മേളത്തി അടപ്പ് ഏകദേശം ഒട്ടിട്ടുണ്ട്. നമ്മളിനി ഈ സ്ട്രോയിൽ നിറക്കി വെക്കാം. ഞാൻ പറഞ്ഞ തന്നെ ഏകദേശം ഇവിടം വരെ എത്തി. നമുക്ക് ഇതിനാണ് മെയിൻ കാര്യം. കാരണം പശ ഒഴിച്ച് ഇത് സ്ട്രോ നിങ്ങൾ സ്ട്രോയുടെ ഹോൾ അടയാൻ നോക്കണം. അപ്പോൾ നമ്മുടെ സംഭവം ഏകദേശം സെറ്റായി. അപ്പോൾ കാര്യം നമ്മൾ വർക്കിംഗ് ആണോ നോക്കാൻ പോവാണ്. വെള്ളം ഒഴിച്ച് നോക്കാം എന്തുണ്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ താഴെ വെള്ളം വരുന്നത് കാണാൻ വരുന്നത്. അടിച്ചുപോയി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടു. അതിനകത്ത് എനിക്ക് മേളത്തെ ഭാഗത്ത് ചെറിയൊരു അബദ്ധം പറ്റി, കട്ട് ചെയ്ത് പറ്റിയ അബദ്ധം. അതുകൊണ്ട് ഞാൻ വീണ്ടും ചെയ്തതാണ്. അപ്പോൾ ചെറിയ കുപ്പി കിട്ടാൻ ഞാൻ വലിയ കുപ്പിക്കാണ് ഞാൻ ചെയ്തത്. നമ്മൾ ചെയ്യുമ്പോൾ സ്ട്രോയുടെ നീളം അഡ്ജസ്റ്റ് ചെയ്യാൻ കാണിച്ചില്ല എങ്ങനെയാണ് സ്ട്രോ ഒന്ന് ജോയിൻ ചെയ്യേണ്ടത്. അങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് സ്ട്രോ ഒന്ന് കയറ്റി വെച്ച് പക്ഷേ ചുട്ടിച്ച് നമ്മൾ ജസ്റ്റ് അറേഞ്ച് ചെയ്തു. അപ്പോൾ ഞാൻ ഒന്നേ പറയാം, ഈ വയലറ്റ് കളറിൽ കാണുന്ന പൈപ്പ് അതായത് സ്ട്രോയാണ് നമ്മുടെ മെയിൻ സാധനം. അപ്പോൾ അത് ഈ താഴത്തെ ബോട്ടിൽ നിന്ന് മേളത്തെ ബോട്ടിൽ ഈ അടപ്പ് വരെ
ഈ വയലറ്റ് കളറിൽ കാണുന്ന സ്ട്രോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മഞ്ഞ സ്ട്രോയാണ് താഴത്തെ ബോട്ടിലിൻ്റെ ടിപ്പിൽ നിന്ന് സെക്കൻഡ് ബോട്ടിലിൻ്റെ അങ്ങ് വരെയില്ല, കാണാമോ, ഈ ലെവൽ വരെ ഉള്ളൂ. പിന്നെ മൂന്നാമത് കാണുന്ന ഈ സ്ട്രോയാണ്, അത് സെക്കൻഡ് ബോട്ടിലിൻ്റെ ടിപ്പ് വരെ ഉള്ളൂ. അതാണ് ഈ പിങ്ക് കളറിൽ കാണുന്നത്. ഇതിനകത്ത് മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഇത് എയർ ടൈറ്റ് ആയിരിക്കണം. ഒരു രീതിയിൽ പോലും എയർ അകത്ത് കയറാത്ത രീതിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണാൻ എളുപ്പത്തിന് വേണ്ടി ജസ്റ്റ് ഉജാല മിക്സ് ചെയ്ത് നീല വെള്ളമാക്കി ഇരിക്കുന്നു ഒന്ന് കാണാൻ വേണ്ടി. നമ്മളാകുമ്പം മുകളിൽ കൂടെ പയ്യെ ഒഴിച്ചോളും. പയ്യെ ഒഴിക്കാനുള്ള ഇച്ചിരി വെള്ളം കൂടിപ്പോയി. നമ്മൾ ആ വെള്ളം ജസ്റ്റ് ഒന്ന് തിരിച്ച് കളയാൻ പോവാണ്. ശരിയായി. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ തിരിക്കാൻ പോകും. ആദ്യം മുതലുള്ള ഏറെ വെള്ളി പോകുന്നതാണ്. രണ്ടാമത് പയ്യെ താഴെ തൂക്കിയാന്നുള്ളത് പറയും. അപ്പോൾ നമ്മൾ നിറച്ചതിൻ്റെ അപാകതയായിരുന്നു ആദ്യം കുറച്ച് വെള്ളം പോയത്. അത് ഏറെ വെള്ളി പോകുന്നതാണ്. പയ്യെ ഈ രണ്ട് കുപ്പി ആകുമ്പോൾ ഇച്ചിരി വലിപ്പ വ്യത്യാസമുള്ളതാണ് ഇങ്ങനെ ഇത് പറ്റുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ സെയിം കുപ്പികളാണ് എടുക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നല്ല വ്യത്യാസമുണ്ട്. നിറയ്ക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി, വെള്ളം അതുപോലെ കുറച്ച് ഒഴിച്ചാൽ മതി. ഇത് നിറഞ്ഞ് നേരെയാക്കി. ഇപ്പം ഇനി വെള്ളം വീഴത്തില്ല. ഇത് ചെറിയ ചെരിവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. ഞാൻ പശ ഒട്ടിച്ചപ്പോൾ ചെയ്ത് ആദ്യം വീണ് തുള്ളി എല്ലാം എയർ തള്ളി പോവുകയാണ്. അപ്പം എയർ തിന്നു. ഇനി നമ്മൾ വീണ്ടും വെള്ളം എടുത്ത് കിട്ടുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഗായ്സ്, ഇന്ന് വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സാധനമാണ്. 2 കുപ്പിയും കുറച്ച് സ്ട്രോയും ഉണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ പരീക്ഷിച്ച് നോക്കുന്ന സാധനമാണ് നോൺ സ്റ്റോപ്പ് ഹെറോൺസ് പൗണ്ട് എന്ന് പറഞ്ഞ ഈ സംഭവം. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇനിയും പുതിയ പുതിയ കാര്യങ്ങളോട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് നമുക്ക് ഇനിയും കാണാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്ക് താഴെ കൊടുത്ത് നിങ്ങൾ അവിടെ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് അവിടെ എന്നൊന്ന് ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും